ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്ന ടോപ്പിക്ക് ഫോക്കസ് റിലേറ്റഡ് ആണ്. ഒരേ മരം, ഒരേ പക്ഷി, ഒരേ ലക്ഷ്യം. പക്ഷേ പാണ്ഡവരും കൗരവരിലും ഒരാൾക്ക് മാത്രമാണ് അതികൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായിരുന്നു അർജുനൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ രഹസ്യം? അത് വെറുമൊരു അമ്പെയ്ത്ത് മാത്രമായിരുന്നില്ല, മറിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ പാഠമായിരുന്നു. ആ കഥയിലൂടെ നമുക്ക് ഇന്നത്തെ ആശയം തുടങ്ങാം. പാണ്ഡവർക്കും കൗരവർക്കും അമ്പെയ്ത്ത് പരിശീലനം നൽകുകയായിരുന്നു ദ്രോണാചാര്യൻ. ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു പക്ഷിയെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ആ പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പെയ്യാൻ പറഞ്ഞു. ആദ്യം വന്ന് കുട്ടിയോട് ചോദിച്ചു, നീ എന്താണിപ്പോൾ കാണുന്നത്? മരം, കൊമ്പ്, പക്ഷി, എനിക്കെല്ലാം കാണാൻ കഴിയുന്ന കുട്ടി പറഞ്ഞു. അപ്പം ഗുരു പറയാണ്, നീ കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും. അടുത്ത ആൾക്കും ഇതേ ഉത്തരം തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഞാൻ ആകാശവും മണ്ണും വിണ്ണും എല്ലാം തന്നെ കാണുന്നുണ്ടെന്നായിരുന്നു ഗുരുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുരു ആ സമയം അവനോട് കുറച്ച് നേരം മാറി നിൽക്കാൻ പറഞ്ഞു. അവസാനം അർജുനൻ്റെ ഊഴമെത്തി. ഗുരു ചോദിച്ചു, നീ എന്താണിപ്പോൾ കാണുന്നത്? അർജുൻ മറുപടി പറഞ്ഞു, ഗുരുവേ, എനിക്ക് ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അർജുനൻ അമ്പെയ്യാൻ തുടങ്ങി. അമ്പെയ്തതും കൃത്യമായി പക്ഷിയുടെ കണ്ണിൽ തന്നെ കൊണ്ടു. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. പക്ഷേ ഈ കഥയിൽ നമുക്കൊരു പൊരുളുണ്ടല്ലേ? ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിച്ചാൽ നമുക്കതിൽ നിന്നുള്ള ഫോക്കസ് നഷ്ടപ്പെടും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. അതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി നൽകുന്ന തിയറി എന്ന് പറയുന്നത്. ഞാനിന്നിവിടെ ഈ കഥ പറയാനുള്ള കാരണം, നമ്മൾക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുള്ളവരാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ മറ്റ് പലതിലേക്കും തിരിയുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് പല ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൃത്യമായ ലക്ഷ്യം എന്താണെന്നോ അല്ലെങ്കിൽ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താനോ നമ്മൾ ഒരിക്കൽ പോലും ശ്രമിക്കാറില്ല. അതിൻ്റെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യത്തെ മറന്ന് മറ്റുള്ള അലക്ഷ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്കൊക്കെ മുഴുകുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മറ്റുള്ളവർ എന്ത് കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ വിജയത്തെ നിശ്ചയിക്കുക, നമ്മുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക, പോരാടുക. അർജുനൻ്റെ കഥ നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണല്ലേ. നമ്മളിൽ പലരും പക്ഷിയെ കാണുന്നുണ്ട്, പക്ഷേ ആരും ആ പക്ഷിയുടെ കണ്ണിലേക്ക് നോക്കുന്നില്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. പക്ഷിയുടെ കണ്ണാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ മറന്നു പോകുന്നു. ഈ പക്ഷിയെ അനുകൂലിച്ച് നമ്മളിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നു. പക്ഷെ നമ്മൾക്ക് ഫോക്കസ് ആയിട്ടൊരു കാര്യം നമ്മുടെ നടുവിൽ, നമ്മുടെ കൺമുന്നിലുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് മാത്രം ഒരിക്കൽ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു കുട്ടിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പഠനത്തിനേക്കാൾ ശ്രദ്ധിക്കുന്നത് ആ കുട്ടി ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ഫോണിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ടായിരിക്കും കൂടുതൽ ആ കുട്ടിക്ക് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക. അത് നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം കൂടിയാണ്. നമ്മുടെ മക്കളെല്ലാവരും, ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ. പക്ഷേ അവർക്ക് മുന്നിലൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, പഠിക്കണം, എന്തെങ്കിലും ഒരു ഉയർച്ചയിലെത്തണം. ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഫോണും ഒക്കെയാണ് ലൈഫെന്നും അല്ലെങ്കിൽ ജീവിതമെന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് ഭൂരിഭാഗം പേരും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇതൊന്നുമല്ല ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പ്രയത്നം എന്നാണോ സക്സസ് ആകുന്നത്, അവിടെയാണ് നമ്മുടെ വിജയം. പ്രയത്നിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് നമ്മൾ എത്രത്തോളം പ്രയത്നിക്കാൻ പറ്റുന്നോ അത്രത്തോളം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവസാനം ഒരു ഉറപ്പ് കിട്ടും. നമ്മുടെ പ്രയത്നം സക്സസ് ആകുമ്പോഴാണ് നമുക്കവിടെ വിജയം ലഭിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവർക്കും
ഒരുപാട് കാര്യങ്ങൾ തിരുത്തി തരാനുണ്ടാവും, പറഞ്ഞു തരാനൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ വിജയത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളൊന്നും പ്രത്യേകിച്ച് ആരും നമുക്ക് തുറന്നു തരില്ല. അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ വിജയം ഉറപ്പുവരുത്താൻ. ഒരുപാട് പേർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും, പറയാനുണ്ടാകും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷേ ഇതാണ് നിൻ്റെ ജീവിതം, അല്ലെങ്കിൽ നീ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നേടിയാൽ മാത്രമേ നിനക്ക് വിജയമുള്ളൂ, അല്ലെങ്കിൽ നീ ഈ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് നമ്മളോട് പ്രത്യേകിച്ച് ആരും പറഞ്ഞൊന്നും തരില്ല. നമ്മുടെ ലൈഫിൽ എന്ത് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എത്തണം, ഏത് ലക്ഷ്യബോധത്തിലെത്തണം എന്ന് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിലൊരു വിജയത്തെ കണ്ടെത്തുന്നത് അന്നാണ് നമുക്ക് ഒരു സക്സസ് ഉള്ളൂ. അല്ലാതെ വെറുതെ ഒരുപാട് സമയം നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് നമുക്കുള്ള ഒരു ലക്ഷ്യബോധത്തേക്ക് നമുക്ക് എത്താൻ പറ്റാതെ വരുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അർജുനനാവാൻ ശ്രമിക്കുക. നമ്മളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രമായിരിക്കണം. ചുറ്റും പല കാരണങ്ങൾ കൊണ്ടും പല തരത്തിൽ നമ്മൾ ആകർഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. പക്ഷെ അതിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിന് ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കരുതുക. ആ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. ആ പ്രയത്നത്തിൽ നിന്നും എന്നാണോ നമ്മൾ ഒരു സക്സസ്സിലേക്ക് എത്തുന്നത് അവിടെയാണ് നമ്മുടെ വിജയം. ആ പ്രയത്നമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പ്രയത്നിച്ചാൽ മാത്രമേ നാളെ നമുക്കതിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് പ്രയത്നിക്കാതെ വെറുതെ നമ്മുടെ സമയം ഒരുപാട് ചിലവഴിച്ച് വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ചിന്തിക്കും, എന്ത് നേടി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിലാണ് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥാനത്തേക്ക് ഞാൻ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഖേദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ടേണിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം അത് ഏതാണെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അർജുനൻ്റെ കഥ നൽകിയ വലിയൊരു പാഠമാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, എൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ള ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻ്റെ ആ പക്ഷിയുടെ കണ്ണ് അത് ഏതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കണ്ണിലേക്ക് മാത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ അങ്ങനെ ഒരു സൂക്ഷ്മത, ഒരു വീക്ഷണം നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വീക്ഷണം നടത്തുക. നിങ്ങൾ സ്വതവേ ഓരോ ദിവസവും അതിനുവേണ്ടി പ്രയത്നിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഞാൻ പറയുന്ന വാക്കുകളിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതെനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഫോക്കസ് ഓൺ ദ ടാർഗറ്റ്, നോട്ട് ദ ഒബ്സ്റ്റാക്കിൾസ്. നിങ്ങൾക്ക് എന്നാണോ ഒരു ഫോക്കസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അന്ന് നിങ്ങൾ വിജയിച്ചു. ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.